Everything I do is a gift to you. Everything I have, all you given me, all you given me. I give it to you, Lord. I give it to you, Lord. I do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Thank you. My Jesus, my Savior, Lord, there is none like you. All of my days, I want to praise the wonders of your mighty love. My comfort,
തന്നെ നാം മറക്കാതിരിക്കുക. ലോകത്തിന്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്തിന്റെയും ശ്രമത്തിന്റെയും ഒരു അംശം വേദപഠനത്തിന് മാതാപിതാക്കൾ ചിലവഴിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവരുടെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ വേണ്ടതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവജനം പഠിപ്പിക്കുന്നു. നല്ല അടക്കം പ്രതീക്ഷിച്ച് നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നല്ല ഉയർത്തുന്നൊരു നഷ്ടമാകും. ദൈവവചന കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരുന്നാൽ മാത്രമേ മുൻപോട്ടുള്ള യാത്ര ഫലപ്രദമാകൂ. അല്ല, ഞാൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീണ്ടും വരുന്ന ബുദ്ധിയൊട്ട മനുഷ്യന്റെ ഭവനത്തിന് സംഭവിച്ച് നമുക്കും ഒരു മുന്നറിയിപ്പായി എഴുതപ്പെട്ടിരിക്കുന്നു. ഇതാ ഇവിടെ ഇന്റർമീഡിയറ്റ് junior students together performing the skit. തിരിച്ചറിവ്. അതവിടെ വെച്ചിട്ട് പഠിക്കാൻ നോക്കിയ പരീക്ഷ എപ്പോഴാ വരുന്നെന്ന് അറിയാവോ? ഒരു മാസം കഴിഞ്ഞ സ്കൂളിലെ ഫൈനൽ എക്സാമാ. ഇതുവരെ സെക്കൻഡ് ഡിവിഷൻ കഴിഞ്ഞിട്ടില്ല. മുമ്പിത്തെ പ്രാവശ്യത്തെ പോലെ ടോട്ടലിൽ 2 മാർക്ക് കുറഞ്ഞാൽ ഞാൻ എങ്ങനെ മറ്റൊരാളുടെ മുമ്പിൽ നോക്കും? മമ്മി, ഇത് സൺഡേ സ്കൂളിലെ എക്സാമാ. ഓ, ഞാൻ കരുതി സ്കൂളിലാണ്. സൺഡേ സ്കൂളൊക്കെ നിനക്ക് അറിയാലോ, അത് വെച്ച് അങ്ങ് എഴുതിയാ മതി. ഇപ്പൊ പോയി സ്കൂളിലെ എക്സാം റിവിഷൻ ചെയ്യും. മമ്മി, സ്കൂളിലെ റിവിഷൻ കഴിഞ്ഞ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേ. സൺഡേ സ്കൂളൊക്കെ നീ അറിയാവുന്നത് വെച്ച് അങ്ങ് എഴുത്. ഇപ്പോഴാ ജോലിയൊക്കെ ഒന്ന് കഴിയുന്നത്. മമ്മി ഇച്ചിരി വിശ്രമിച്ച് TV ഒക്കെ ഒന്ന് കാണട്ടെ. സംശയം ചോദിക്കും. ഓക്കെ മമ്മി. കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് യേശുവിന് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് വെച്ചാൽ എന്താ? കാഴ്ചകൾ എന്ന് വെച്ചാൽ ഗിഫ്റ്റ്. അത് മോന്റെ അനിയനുണ്ടായിരുന്നപ്പോ കാണാൻ വന്നവർ ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതിനെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഓ, അപ്പൊ അതാ കാഴ്ചകൾ. യേശുവിനെ സ്നാനം കഴിപ്പിച്ചത് ആര്? അതാരാ മമ്മി? അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ജനിച്ചത് എവിടെ? അതെവിടെ പപ്പ? അത് സിറിയയിലാണ് തോന്നുന്നു. നീ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഓക്കെ പപ്പ. അയ്യോ പപ്പ, സൺഡേ സ്കൂൾ കൊണ്ട് വരാറായി. പരീക്ഷ അല്ലേടാ മോനെ, പ്രാർത്ഥിച്ച് വേദോസ്തം വായിച്ചു പോ. ശരി പപ്പ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാ. അയ്യോ, എന്താ ബാക്കി വായിക്ക്. ഇതിന്റെ ചാർജ് തീർന്നു പപ്പ. നിനക്ക് ഓർമ്മയില്ലേ ബാക്കി? പപ്പ അങ്ങോട്ട് പറ. അത് സൺഡേ സ്കൂൾ വണ്ടി വരാറായി. പ്രാർത്ഥിച്ചോണ്ട് പോയിക്കോ, വരക്കണ്ട. എടി, സമയം എത്രയായി? അവൻ ഇതുവരെ വന്നില്ലല്ലോ സൺഡേ സ്കൂൾ പരീക്ഷ കഴിഞ്ഞ്. അതിന് വരാറാന്ന്. എപ്പൊ നോക്കിയാലും നിനക്കൊരു TV കാണൽ. നിനക്കതല്ലാണ്ട് വേറെ പണിയില്ല. മാറി നിന്ന് വേദോസ്തം വായിക്കാൻ നോക്കും. ഓ, സിനിമ കാണാത്ത ഒരാള്. ഞാൻ ഡ്യൂട്ടിക്ക് മുമ്പ് എപ്പോഴും സിനിമ കാണാതെ എനിക്കറിയാം. ഞാൻ കാണുമോ? എടാ, നീ അല്ലേ പറഞ്ഞേ മമ്മ ഡ്യൂട്ടിക്ക് മുമ്പ് പപ്പ എപ്പോഴും സിനിമ കാണുന്നെന്ന്? അത് മമ്മി ഇല്ലാത്തപ്പോ പപ്പ എപ്പോഴും സിനിമ കാണും. മോഹൻലാലിന്റെ സിനിമ ഏറ്റവും ഇഷ്ടം. കള്ളം പറയല്ലേ പപ്പ, കള്ളം പറയല്ലേ. ഇതാ ഈ വീടിന്റെ കുഴപ്പം. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തും, നീയും എന്നെ കുറ്റപ്പെടുത്തും. ഞങ്ങള് കുറ്റമൊന്നും അല്ല പറഞ്ഞത്, ഞങ്ങള് വാസ്തവമായ കാര്യമാണ് പറഞ്ഞത്. എന്ത് വാസ്തവം? അവൻ പറഞ്ഞത് തോന്നുന്നു. മോൻ സൺഡേ സ്കൂൾ എക്സാം എല്ലാം എഴുതിയോ? അതെ മമ്മി, ഞാൻ എല്ലാം എഴുതി. എന്തൊക്കെ ചോദ്യങ്ങളാ വന്നത്? യേശു ജനിച്ചതിനെ കുറിച്ച് ചോദിച്ചു, യേശു പള്ളിയിൽ പോയത് ചോദിച്ചു, യേശുവിന്റെ ജനനത്തെ കുറിച്ച് ചോദിച്ചു, അതൊക്കെ ചോദിച്ചു. ആണോ? അതൊക്കെ മോൻ പഠിച്ചതായിരുന്നു അല്ലേ? ഫസ്റ്റ് കിട്ടുമോ അതോ ഇപ്രാവശ്യം വല്ലവരും കൊണ്ടുപോകും? ഇല്ല മമ്മി, ഞാൻ നന്നായിട്ട് എഴുതിയ ഒന്നുപോലും. ഇനി പോയി സ്കൂളിൽ റിവിഷൻ ചെയ്യും. ശരി മമ്മി. ചായ കുടിക്കും തോമച്ച.
പ്രസംഗത്തിൽ വലിയ പോയിന്റ് ഒന്നുമില്ല. ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്, അതും 2-3 മണിക്കൂർ. ഇരുന്നിരുന്ന് മടുക്കും. ഷോർട്ട് ആൻഡ് സ്വീറ്റ്, അതാ വേണ്ട. അത് ശരിയാ. ഇപ്പോഴൊക്കെ എന്ത് നല്ല പോയിന്റ്സ് ഉള്ള പ്രസംഗങ്ങളാ ടിവിയിലും ഇന്റർനെറ്റിലൊക്കെ കിട്ടുന്നത്. സമയവും ലാഭം. ടൈം ഈസ് മണി എന്നല്ലേ? അത് ശരിയാ, മെനക്കേട് തന്നെയാ. പിന്നെ ഈ സമയനഷ്ടവും. എന്നാ ഈ പിള്ളേരുടെ ഒരു കല്യാണോ മരിച്ചാൽ നല്ല അടക്കോ അതൊന്നും ഈ ടിവിയിലോ ഇന്റർനെറ്റിലോ അല്ല കിട്ടുന്നത്. ഇങ്ങനത്തെ പല പല സെറ്റപ്പുള്ള സമയത്ത് തന്നെ പോണം. അത് ശരിയാ. അതുകൊണ്ട് കടിച്ചു പിടിച്ചു നിൽക്കുന്ന അല്ലെ പണ്ടേ വിട്ടു പോയേനെ. ഈ സമയം ഞാൻ ആദ്യം വന്നപ്പോ അന്വേഷിച്ചത് നല്ല സിമിത്തേരി ഉണ്ടെന്നാ. അത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സമാധാനമായി. ചുമ്മാതാണ് ഞാൻ നമ്മുടെ പള്ളി പട്ടക്കാരില്ലാത്ത കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയിലെ ചാക്കോടെ അടക്കായിരുന്നു. മെത്രാപ്പോലിത്തയാണ് നടത്തിയത്. എന്നാ ശുശ്രൂഷയായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞു സമയം വന്നാലും പിന്നെ എന്തിനാ അച്ചായൻ ഇങ്ങോട്ട് വന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നു. അതെ, അതൊരു അഡ്ജസ്റ്റ്മെന്റ്. ആ, ഇതിനെ പറ്റിയാ ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. 2 വള്ളത്തിൽ നിൽക്കുന്നവൻ വെള്ളത്തിൽ വീഴും. ടോമാറ്റോ സൂക്ഷിച്ചോ. അത് പോട്ടെ, സൺഡേ സ്കൂൾ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. ആ രാജ്യത്തിന്റെ മോന് ഫസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ റോയ്മാൻ പരീക്ഷ എഴുതിയില്ലയോ? നമ്മൾ റോയ്മാൻ പരീക്ഷ എഴുതിയല്ലോ. ചിലപ്പോ സെക്കൻഡ് ആയി. സെക്കൻഡ് സൺഡേക്കാ. എടാ റോയ്മാനെ, നീ വന്നടാ. എന്തോ മമ്മേ? എടാ, നീ എല്ലാം എഴുതിയെന്നല്ലേ പറയുന്നത്? ഞാനെല്ലാം എഴുതി മമ്മേ. അന്നാ പിന്നെ ടീച്ചറോടും മാസ്റ്ററോടും ചോദിച്ചിട്ട് തന്നെ കാര്യം. സ്കൂൾ എക്സാമിന്റെ ഇടയിൽ പഠിപ്പിച്ചതാ. എന്തുണ്ട് വിശേഷമൊക്കെ? എന്താ പതിവില്ല തീവണ്ടിയൊക്കെ? സുഖമായിട്ടിരിക്കുന്ന ടീച്ചറെ. എന്റെ ടീച്ചറെ, റോയ്മോൻ സൺഡേ സ്കൂൾ എക്സാമിന് എല്ലാം എഴുതിയെന്നാ പറയുന്നത്. അതിന്റെ മാർക്ക് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്ത് കളി? എഴുതിയതനുസരിച്ച് മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. റോയ്മോൻ എന്ത് എഴുതി അവനോട് തന്നെ ചോദിച്ചു നോക്കുക. ചോദിച്ചിട്ടല്ലേ അവനെ. എന്റെ റോയ്മോൻ എല്ലാം എഴുതി. അവൻ എടുക്കണം. പക്ഷെ അവൻ ആൻസർ പേപ്പർ ഇല്ല. എല്ലാരും ഉണ്ടല്ലോ. എന്താ ഇവിടെ ഒരു തർക്കം? റോസ് സിസ്റ്ററും റോണിമോനും വന്നല്ലോ. കൺഗ്രാറ്റ്സ് റോണി. സിസ്റ്റർ, റോണിമോന് ഫസ്റ്റ് ഉണ്ടല്ലോ. കൺഗ്രാറ്റ്സ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ആ പാസ്റ്റർ, എന്റെ കഷ്ടതയുടെ നടുവിലും എന്റെ സന്തോഷത്തിന്റെ നടുവിലും വീഴ്ച വരുത്താറുള്ളത് ഒന്നേയുള്ളൂ. അത് റോണിമോനെ ദൈവവചനം പഠിപ്പിക്കുന്നതാണ്. ദൈവം എന്നെ മാനിച്ചു, അല്ലാതെ എന്ത് പറയാനാ? പാസ്റ്ററിന് അറിയോ എന്റെ ഇച്ഛായൻ എന്നെ വിട്ട് പിരിയുന്നതിന് മുമ്പ് എന്താ പറഞ്ഞതെന്ന്? എടി റോസി, നീ നമ്മുടെ മോനൊരു ദൈവദാസനാക്കി തീർക്കണമെന്ന്. അത് ആഗ്രഹം തന്നെയാ പാസ്റ്ററെ എന്റെയും ദർശനം. അതുകൊണ്ടാ പാസ്റ്ററെ ഈ വേല ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ പോലും ഞാൻ ഇവനെ ദൈവവചനം പഠിപ്പിക്കുന്നത്. സിസ്റ്റർ സമർത്ഥമായി അനുഗ്രഹിക്കും. എന്റെ ടീച്ചറെ, ഞങ്ങൾ ഈ കഥയൊന്നും കേൾക്കാനല്ല ഇവിടെ വന്നത്. പാസ്റ്ററെ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. റോയ്മോൻ സൺഡേ ക്ലാസിന്റെ എക്സാമിന് എല്ലാം എഴുതിയെന്നാ പറഞ്ഞത്. അതിന്റെ മാർക്ക് വന്നപ്പോ ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. അത് മതി. ടീച്ചറെ, ആ ചോദ്യ പേപ്പർ ഇങ്ങോട്ട് എടുത്ത്. റോയ്മോനെ, നീ ഇങ്ങോട്ട് നീക്കി. ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? അയ്യോ പാർശ്വങ്ങളെ ഞാനല്ല, അവരോട് ചോദിച്ചോ. എന്റെ റോയ്മോൻ അങ്ങനെ നശീകരണ സ്വഭാവമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കേടി ഞങ്ങൾ എഴുതി തന്നേക്കാം. അതിനെ വെച്ച് മാർക്ക് കുറയ്ക്കാം. റോണിമോനെ, നീ ഇങ്ങ് വന്നേ. നീ ആ ചോദ്യം ഒന്ന് പറഞ്ഞേ, ഉത്തരം ഒന്ന് പറഞ്ഞേ. ആ അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എഴുതിയില്ല എന്ന് മനസ്സിലായല്ലോ. പാസ്റ്ററെ, ഒന്ന് തെറ്റിയാലേ സെക്കൻഡ് പ്രൈസ് എങ്കിലും കിട്ടണ്ടേ? ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ആദ്യത്തെ കൽപ്പന എന്ത്? ആര് ആർക്ക് കൊടുത്തു? അത് ആര് അനുസരിച്ചു? എന്നിട്ട് എന്ത് പറ്റി? ഹവ്വ ആദമിനോട് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം അതനുസരിച്ചു. ഇതാ പറ്റിയത്. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയും. ഇനി അടുത്ത ചോദ്യം, യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? അതും അറിയാം. പാസ്റ്ററെ, ഒരു വിധത്തിൽ ശരിയാണ്, ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്ത, വിധവാന്മാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? അത് സോപ്പും പൗഡറും പാമ്പേഴ്സും. റോയ്മോനെ, അമ്മയല്ല പറഞ്ഞ വീട്ടിലെ അനിയന് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണ്. അത് കാരണം സോപ്പും പൗഡറും പാമ്പേഴ്സും. ഇനി അടുത്ത ചോദ്യം, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നാം ആദ്യം എന്ത് ചെയ്യണം? അത് പാപം ചെയ്യണം.
എന്റെ റോയ്മോനെ, നീ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ആ, ഏതായാലും ഇത്രയൊക്കെയായി. ഇനി മുഴുവൻ ഉത്തരം കൂടെ കേൾക്കാം. യേശുവിന്റെ ഏതെങ്കിലും അത്ഭുത പ്രവൃത്തികളോ ഉപമകളോ വർണ്ണിച്ചെഴുതുക. വർഷങ്ങളെ ഇതൊരു വലിയ ഉത്തരം. ഞാൻ എന്റെ ഉത്തര പേപ്പറിൽ നന്നായിട്ട് എഴുതി. ആ പാസ്റ്റർ ആൻസർ പേപ്പർ ഇവിടെ ഉണ്ട്, ഞാൻ വായിക്കാം. യെരുശലേമിൽ നിന്ന് മെരിഹയിലേക്ക് ഒരു മനുഷ്യൻ പോകുകയായിരുന്നു. വരിയിൽ വച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയമായി മർദ്ദിച്ചു. ടിഷും മൃതപ്രായനാക്കി കഷ്ണം കഷ്ണമാക്കി ഉപേക്ഷിച്ചു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി, ചിലത് മുള്ളിനിടയിൽ വീണു. ശേഷിച്ചുണ്ടായിരുന്ന 12 കൊട്ട നെരിച്ചെടുത്തു. അതിൽ ഒരു കൊട്ട ഇസ്കരിയോത്ത് യൂദ കൊണ്ടുപോയി. ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്ന 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ഏതായാലും നല്ല ഉത്തരം തന്നെ. ഇനി മുഴുവൻ കൂടെ കേൾക്കണം. വേണ്ട പാസ്റ്ററെ, ഇവരെല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്കോ സ്നേഹം തന്നിടണം.
ദേശത്ത് വന്ന് ഇവിടുത്തെ നന്മ അനുഭവിക്കാനുള്ള കൃപ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിലെല്ലാറ്റിലുപരിയായിട്ട് ഈ ചർച്ചയിൽ കടന്നു വരുവാനായിട്ടും ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ടും വചനം പഠിക്കുവാനായിട്ടുള്ള സാഹചര്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നതിനോർത്ത് ഞാൻ ആദ്യം ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ആദ്യമായിട്ട് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഭവനത്തിലേക്ക് കടന്നു വന്നത് ജോസ് പാസ്റ്ററും ഗ്രേസ് സിസ്റ്ററുമാണ്. കുടുംബം ഒന്നിച്ചാണ് വന്നത്. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്നാലും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മുന്നമേ അറിഞ്ഞിരുന്നത് കൊണ്ട് ഇടക്കിടക്ക് ഇവിടെ ചർച്ചിലേക്ക് വരുവാനിടയായി. ആദ്യമായിട്ട് എൻ്റെ ജീവിത പങ്കാളിയാണ് ജോസ് പാസ്റ്ററിൻ്റെ ഭവനത്തിലേക്ക് ചെന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വരാൻ തുടങ്ങിയത്. ജീവിത പങ്കാളി ചെന്നത് ഒരു പൈസയുടെ ഒരു പ്രശ്നത്തിനായിട്ട് ജോസ് പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന്, അപ്പം അങ്ങനെ പ്രാർത്ഥനക്കായിട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജീവിത പങ്കാളി അതിൽ നിന്ന് മാറി പിന്നെ ഞങ്ങൾ കടന്നു വരുവാനിടയായി. ആ സത്യദൈവത്തെ ഈ ചർച്ചിൽ വന്നതുകൊണ്ട് ഞാൻ ആദ്യം ഓർത്തിരുന്നത്, കാതലിക്കിൽ വെച്ച് ഞാൻ ഓർത്തിരുന്നത് എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങണമെന്നും എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കി ജീവിക്കണമെന്നെല്ലാം ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി. എത്ര വിശുദ്ധമായിട്ടും എത്ര നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ കയറാൻ സാധിക്കുള്ളൂ എന്നെല്ലാം ഈ ചർച്ചിൽ വന്നതുകൊണ്ടാണ് പഠിക്കുവാനായിട്ട് സാധിച്ചത്. അതിന് ഞങ്ങൾക്ക് വേണ്ടി അതിന് വഴിയൊരുക്കിയ ദേവദാസിനും കുടുംബത്തിനും നന്ദി പറയുന്നു. അതുപോലെ ഈ ചർച്ചിൽ ഒത്തിരി പാസ്റ്റർമാർ കടന്നു വന്ന് ജെസി പാസ്റ്റർ, അനിൽ പാസ്റ്റർ അവരുടെയൊക്കെ വചനം കേൾക്കുവാനായിട്ടും സ്വർഗത്തിലെ ദൈവമുഖാന്തരം ഒരുക്കിയതിന് നന്ദി പറയുന്നു. കൂടാതെ തന്നെ ഞാൻ നേരത്തെ നന്ദി പറയേണ്ട ഒരു കാര്യമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം വിളിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ മസ്കറ്റിലേക്ക് രാജേഷ് ബ്രദറും ഷിജി സിസ്റ്ററും സുജിത് ബ്രദറും ഞങ്ങളുടെ കൂടെ വന്ന് അവർ വന്നത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. അവിടെ നിന്നും അന്ന് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ എന്തോ പേപ്പർ വർക്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച്. അപ്പോൾ ജയമ പറഞ്ഞ് ഷിജിനോട് ചെയ്യാൻ ഞങ്ങളെ വിട്ട് പോവല്ലേ. അപ്പോൾ ഷിജി പറയുണ്ടായി നിങ്ങളെ വിട്ട് പോകില്ല, ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ പോവുള്ളെന്നും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അന്ന് തന്നെ ഞങ്ങൾക്ക് കയറി പോകാനായിട്ട് ഇടവരുത്തി തന്നു. ജീവിത പങ്കാളിയെ പിറ്റേ ദിവസം കൊണ്ടുവരുവാനായിട്ട് ദൈവം ഇടവരുത്തി തന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നാട്ടിലുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഈ ദേശത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നും. എന്നാൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഞങ്ങൾക്ക് ഈ ദേശത്തേക്ക് തിരിച്ചു വരുവാനായിട്ടും ഇവിടുത്തെ നന്മ അനുഭവിക്കുവാനായിട്ടും ഈ ചർച്ചിൽ വരുവാനായിട്ടും ദാനമായി തന്ന മകൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനായിട്ടും സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കി. അതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ആദ്യം ആഗ്രഹിച്ചത് ഇവിടെ 4 വരെ ഇവിടെ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. എന്നാൽ ദൈവം 12ാം ക്ലാസ് വരെ പൂർത്തിയാക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കി. അതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ മസ്കറ്റിൽ നിന്ന് പോയപ്പോൾ അവിടുത്തെ കമ്പനി ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, സാമ്പത്തികമായിട്ട് സഹായിച്ച്. അതുപോലെ ഈ ചർച്ചിൽ നിന്നും ഞങ്ങളെ മസ്കറ്റിലേക്ക് പോകാനുള്ളത് ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സാമ്പത്തികമായിട്ട് സഹായിച്ച്. അതിനോർത്ത് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഡേ കെയർ നടത്തിയിരുന്ന അവരും നേരത്തെ പിള്ളേരെ നോക്കിയവരും അതുപോലെ ഇപ്പം നോക്കുന്നവരൊക്കെ സാമ്പത്തികമായിട്ടും ചെറുതും വലുതുമായിട്ട് ഞങ്ങളെ സഹായിച്ച്. ഞാൻ അതിനെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ ജയ്മയോട് പറഞ്ഞ് എപ്പോഴും എല്ലാവർക്കും നമ്മൾ എന്ത് സഹായം ചെയ്താലും അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നെ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തി നിനക്കൊരു ജോലിയും കൂലിയൊക്കെ തരുമ്പോൾ നീ അവരെല്ലാവരെയും പോയി കാണണം. അവർക്കും ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അവർക്ക് നമുക്ക് തന്നതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഞങ്ങൾ മസ്കറ്റിലേക്ക് കടന്നു പോകുന്നു. അവിടെ മറ്റന്നാൾ അവിടുത്തെ ഹസ്ബൻഡിൻ്റെ സ്പോൺസറെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് 3-ാം തീയതി ഞങ്ങൾ വീണ്ടും തിരിച്ച് സലാലയിലേക്ക് വരുന്നു. ഇവിടെ നിന്നും 7-ാം തീയതി നാട്ടിലേക്ക് പോകുന്നു. ഈ സഭ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി. ഞങ്ങൾ നാട്ടിൽ ചെന്നാൽ ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു സഭ ഞങ്ങളുടെ അടുത്തൊന്നുമില്ല. എല്ലാവരും കാത്തലിക്കിലും പോകുന്നവരും മൊത്തം ഹിന്ദുക്കളുമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സഭ അവിടെ പറവൂർ എവിടെയെങ്കിലും ഞങ്ങളുടെ അടുത്ത് സഭകളൊന്നുമില്ല, എവിടെയെങ്കിലും പോയി നല്ലൊരു സഭ കണ്ടുപിടിച്ച് അവിടെ മെമ്പർഷിപ്പ് എടുക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഓർക്കും അവിടെ നാട്ടിൽ ചെന്നിട്ടപ്പോൾ ഞാനിപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ
അയൽവക്കത്തുള്ളവരോടൊക്കെ എങ്ങനെ വചനം പറയും, ആദ്യമായിട്ട് എങ്ങനെ പറയുന്നെല്ലാം ഞാൻ ഓർക്കുമായിരുന്നു. അപ്പോൾ ദൈവം എന്തോ എന്നോട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലോർത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ പ്രഷർ നോക്കുവാനായിട്ടൊക്കെ ആൾക്കാർ ബസ്സിൽ കയറി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം മാസത്തിലൊക്കെ ഒരു ദിവസം അവർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അന്ന് ദിവസം പോകും. അപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, നീ പോകുമ്പോൾ ഒരു ഷുഗറിൻ്റെ മെഷീനും പ്രഷറിൻ്റെ മെഷീനും വാങ്ങിച്ചുകൊണ്ട് പോകും, അത് ദൈവകരമായിട്ട് ഉപകരിക്കുമെന്ന്. അപ്പം ഞാനത് വാങ്ങിച്ച് അതിനുവേണ്ടി ഭവനത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടി യേശുവിനെ കുറിച്ച് പറയുവാനും അത് നോക്കിക്കൊടുത്ത് ദൈവനാമം ഉയർത്തുവാനായിട്ടും സ്വർഗത്തിലെ ദൈവം മുഖാന്തരം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ സഭയിൽ എല്ലാവരും നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണം. നേരത്തൊക്കെ ഞാൻ പറയുമ്പോൾ ആൾക്കാർ പറയും വീട്ടിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവം നല്ലൊരു ഭവനം ഒരുക്കി തന്നു. പിന്നെ ഭവനത്തിൻ്റെ പണിയെല്ലാം സ്വർഗത്തിലെ ദൈവം പൂർത്തീകരിച്ചു തന്നു. എല്ലാവരും ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വരണം, താമസിക്കണം. അതുകൂടാതെ പിന്നെ ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ്. എൻ്റെ ഭാഗത്തോ എൻ്റെ മകളുടെ ഭാഗത്തോ ഈ ചർച്ചിലുള്ള ആർക്കെങ്കിലും ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുന്നു. ഇവിടെ പരിപാടികൾ നടക്കുമ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്ന് ഭയങ്കര കളിയായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവം അടുത്ത വർഷം കുഞ്ഞിതുപോലെ നിന്ന് എല്ലാ പരിപാടിയിലും പങ്കുചേരുവാനായിട്ട് ദുർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ വായിക്കുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ വായിക്കുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ കഴിഞ്ഞ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. 2010 ഞാൻ ഈ സഭയിലോട് കടന്നു വരുന്നത്. 7 കൊല്ലമായി. ഇവിടെ കടന്നു വരുന്നതിന് മുൻപ് ദൈവം എന്നെ വളർത്തിയ ഞാൻ വന്ന പോലെയല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഐ ഹാവ് ഗ്രോൺ സ്പിരിച്വലി. ഞാൻ 2010 ഇവിടെ വരുമ്പോൾ ഒരു ക്രിട്ടിസൈസറായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ സഭയെക്കാൾ വേറൊരു വലിയ സഭയില്ലെന്നും ഇതൊക്കെ ജസ്റ്റ് ഒരു കളിപ്പീരാണെന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോഴാണ് ഞാൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഞാൻ അനുഭവിച്ചത്. ഞാൻ ഇത്രയും നാൾ ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ട്രഡീഷനിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ അറിയുന്നത്. അനേകം വാഗ്ദത്തങ്ങൾ കിട്ടുവാൻ ഇടയായി. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ കുറച്ച് നാളുകളും ഉള്ളൂ എൻ്റെ വാഗ്ദത്തം നിറവേറാൻ. സോ അതുകൊണ്ട് ഈ ഇടയ്ക്ക് അബ്രഹാം പാസ്റ്റർ വന്നപ്പോൾ പറഞ്ഞു, ഏറ്റവും അധികം വിശുദ്ധിയും വേർപാടും വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. 2010 വരുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാനിപ്പോൾ പറഞ്ഞ ഒരു ക്രിട്ടിസൈസറായിട്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് വളരണം, എനിക്കിങ്ങനെ ഓരോ ശുശ്രൂഷയിലും എനിക്ക് ഓരോ സർവീസിൽ ചെയ്യണം, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ആദ്യം പറഞ്ഞു, കർത്താവ് എന്നെ ആദ്യം കൊയറിലൊന്ന് കയറ്റാൻ പറഞ്ഞു. ദൈവം എന്നെ കൊയറിൽ കയറ്റി. ഞാൻ നിങ്ങളോട് സത്യം പറയാം, 2 കൊല്ലം എനിക്ക് മൈക്കിന് അത്ര സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രികളിൽ പോയി കരയുമായിരുന്നു, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ മൈക്കിന് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. പക്ഷെ ഇപ്പം ഓർക്കുമ്പോൾ അതൊരു ട്രെയിനിങ് ആണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. ദൈവം ട്രെയിൻ ചെയ്താണ് മൂൾഡ് ചെയ്താണ് എന്നെ കൊയറിലോട്ട് കയറ്റിയത്. പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം എനിക്കിവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെന്ന്. എൻ്റെ ദൈവം അതെന്നെ ചെയ്യിപ്പിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്ക് സങ്കീർത്തനം വായിക്കണമെന്ന്. എൻ്റെ ദൈവം അതെന്നെ ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് സഭയിൽ ഒരു വിഷയം പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എനിക്ക് വാക്കുകൾ കറക്റ്റായി കിട്ടുമോ, ഒരു ഭയം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവമേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എനിക്ക് ഒരു വിഷയം വരുമ്പോൾ ഓൺ ദ സ്പോട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് അതും ദൈവത്തോട് ഞാൻ പറഞ്ഞു.
ദൈവം അതിനും സഹായിച്ചു. ഞാൻ ദൈവത്തോട് കർത്താവ് എനിക്ക് കീബോർഡ് വായിക്കണം, എൻ്റെ ദൈവം അതെന്നെ വായിപ്പിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് വേർഷിപ്പ് ലീഡ് ചെയ്യണം, എൻ്റെ ദൈവം അത് ചെയ്തു. ഞാൻ ആദ്യം ഓർക്കുന്നത് ഒരു ക്രിട്ടിസൈസറായി വന്നു. 7 കൊല്ലം 7ാമത്തെ കൊല്ലം ഞാൻ പറഞ്ഞ പോലെ ഒരു വേർഷിപ്പ് ലീഡറായി എൻ്റെ ദൈവം എന്നെ ഇവിടെ നിർത്തി. ഹല്ലേലൂയ. ഇനി എൻ്റെ ആദ്യം ഒരു ട്രാൻസ്ലേറ്റർ ആകണമെന്നാണ് ഇപ്പൊ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഭ ചെയ്തിരിക്കുന്നത് അനുഗ്രഹം മാത്രമാണ്. എന്നോട് ഒരാൾ എന്നോട് ചോദിച്ചു, ജെയ്മ നിനക്ക് തോന്നുന്നുണ്ടോ ഈ സഭയിൽ നമുക്ക് യൂണിറ്റി ഉണ്ടെന്ന്? പക്ഷെ ഞാൻ എൻ്റെ അപ്പയുടെ ഫ്യൂണറൽ കണ്ടു ഈ സഭയുടെ യൂണിറ്റി എന്താണെന്ന്. അത്രയും നാളും ഒരിക്കൽ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മുടെ സഭ ഇത്രത്തോളം യുണൈറ്റഡ് ആണെന്ന്. എൻ്റെ പപ്പ എന്നെ വിട്ട് പോയപ്പോൾ ചേർച്ച് കാണിച്ച യൂണിറ്റി, ഇറ്റ് വാസ് അമേസിങ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ പപ്പ ഞങ്ങളോട് ഇപ്പൊ നിന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു. കാരണം ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു നമ്മൾ ഇവിടുന്ന് സലാലയിൽ ക്യാൻസൽ ആയിട്ട് ഫോർ എവർ ആയി നമ്മൾ കേരളയിൽ സെറ്റിൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ 3 പേരിൽ നിന്ന് സാക്ഷ്യം പറയുമെന്ന്. പക്ഷേ ഞാനിപ്പോൾ പാടിയ പോലെ നന്മയല്ലാതും ദൈവം ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്കൂളിൽ എൻ്റെ പപ്പം പോയി കഴിഞ്ഞതിന് ശേഷം ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് സ്കൂളിലോട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് ടീച്ചേഴ്സ് ചോദിക്കും, ജെയ്മ നിനക്ക് എങ്ങനെ ബോൾഡായി നിൽക്കാൻ കഴിയുന്നുവെന്ന്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു, എൻ്റെ ദൈവം എനിക്ക് നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അവിടെയും എൻ്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്താൻ കഴിഞ്ഞു. നാട്ടിൽ ചെന്നപ്പോഴും എനിക്ക് വചനം പറയാൻ കഴിഞ്ഞു. അവിടെ എൻ്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്താൻ കഴിഞ്ഞു. എൻ്റെ പപ്പ ആക്ച്വലി വർക്ക് ചെയ്യുന്ന മസ്കറ്റിലാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയാ, ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. കാരണം ചിലപ്പോൾ 6:30 രാവിലെ ബസ്. അപ്പൊ പോകുമ്പോൾ 6:15 കൊച്ചെ എഴുന്നേക്ക് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറയും. ഇറങ്ങാൻ ചെല്ലുമ്പോഴേക്കും അപ്പോഴേക്കും ഞാൻ അപ്പയെ അനുഗ്രഹിച്ച് അപ്പയുടെ യാത്രകളെ അനുഗ്രഹിച്ച് എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പപ്പ എന്നെ വിട്ട് പൂർണ്ണമായി പോയപ്പോഴും ഞാൻ എൻ്റെ അപ്പയെ പ്രാർത്ഥിച്ചാണ് വിട്ടത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അനേകം ആൾക്കാർ ഇരുന്ന് കരയുന്നത്. കാരണം ദൈവത്തെ മാത്രമേ ഞാൻ അവിടെ മഹത്വപ്പെടുത്തിയുള്ളൂ. ഹല്ലേലൂയ. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ പോലെ ഇവിടെ 4ാം ക്ലാസ് വരെ പഠിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. ദൈവം അത് 12 ആക്കി. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തം ദൈവം എൻ്റെ പഠിത്തത്തിന് വേണ്ടി കരുതും എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് കോഴ്സിലോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ലാസ്റ്റ് മിനിറ്റ് ഓൺ ദ സ്പോട്ടിൽ എനിക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴത് യൂസ്ഫുൾ ആവുന്നത് അപ്പം മാത്രമേ എനിക്കത് കിട്ടത്തുള്ളൂ. പിന്നെ ഇങ്ങനെ പിന്നെ ഇവിടെ അനേകം എനിക്ക് എന്താ പറയുക, അനേകം ആൾക്കാരോട് പൗലോസ് തിമോത്തിയോട് പറഞ്ഞ പോലെ do not go behind youthful passions എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്, youthful passions. ആസ് എ ടീനേജർ പല ടീനേജേഴ്സും ഡ്രഗ്സും അതും ഇതൊക്കെ പോകുമ്പോൾ എനിക്ക് പേഴ്സണലായി കുറേ ഫ്രണ്ട്സിനെ അറിയാം. അവർ എൻറ്റയർലി ടു ദ വേൾഡ്, അവർ ഫുള്ളി വേൾഡിലാണ്. ആ സമയങ്ങളിൽ പോലും അനേകം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മിക്ക പിള്ളേരോട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ഐ ക്യാൻ സീ എ ഡിഫറൻസ് ഇൻ യു എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയും, ഓഫ് കോഴ്സ് യു ഷുഡ് സീ എ ഡിഫറൻസ് ഇൻ മീ, ദെൻ വൈ ആം ഐ കോളിംഗ് ഗോഡ് അതർ ദാൻ യോഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് ദൈവവചനം പറയാൻ സഹായിച്ചു. പല എൻ്റെ ഫ്രണ്ട്സും പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങൾ ഇത്ര അറിഞ്ഞില്ല ഈ ദൈവം ഇത്ര സ്നേഹമുള്ളൊരു ദൈവമാണെന്ന്. അവർക്ക് എപ്പോൾ യേശു എന്ന് പറഞ്ഞൊരു ദൈവമായിട്ട് ഞാൻ പറഞ്ഞു, യേശു ദൈവം മാത്രം, യേശു നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പഠിപ്പിക്കും, എല്ലാം നമുക്ക് വേണ്ടി ചെയ്യും. അവർ നീ എങ്ങനെ റിലേഷൻഷിപ്പിലോട്ട് വന്നു എന്ന് ചോദിക്കും. ഐ ഹാവ് നത്തിങ് ടു സേ. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കലോട്ട് വരത്തില്ല ഞാൻ അറിയുന്നു. എനിവേ ഞാനിപ്പോൾ നാളെ മസ്കറ്റിലോട്ട് പോവാണ്. അപ്പയുടെ CEO കാണാൻ വേണ്ടി പോവാണ്. അതുവരെ അനുഗ്രഹമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ ഇവിടെ ഞാൻ മിക്ക ആൾക്കാരും ഒന്ന് കാണാറുണ്ട്, ഇവിടെ സലാലം വരുമ്പോൾ അവർ ഭയങ്കര ആത്മീയത്തിൽ നിൽക്കുന്നവർ നാട്ടിലോട്ട് അവരുടെ സ്വയം ആ ദേശത്തോട്ട് പോകുമ്പോൾ പിന്മാറ്റത്തിലോട്ട് പോകുന്നത്, അവരവരുടെ ഫെയ്ത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതായിട്ട് പലരെയും കാണാറുണ്ട്. അങ്ങനെ പോകരുത്. ഒരു പിന്മാറ്റക്കാരിയായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നായ എന്ന് പറയുന്നൊരു വാക്ക് എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പപ്പയും കൂടി ഇല്ലാത്തത് കൊണ്ട് എനിക്കുള്ള പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അതൊരു ഗേൾ എന്ന നിലയിൽ ഭയങ്കര കൂടുതലായിരിക്കും എനിക്ക് അറിയാം. പിന്നെ എനിക്ക് നാടുമായി ഒരു പരിചയമില്ല, എല്ലാം എനിക്ക് പുതിയതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോരോ എനിക്ക് സ്പിരിച്വലി നന്നായിട്ട് വളരണമെന്നുണ്ട്. എനിക്ക് ഈ ലെവലിൽ എനിക്ക് ഇനിയും വളരണം. കാരണം 7 വർഷം എൻ്റെ ദൈവം ഇത്രയും ഈ ലെവൽ വരെ ആക്കി. I have now many more years to grow, and please pray for me. Thank you.
ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ ദൈവം അവരെ കരുതിയിട്ടുണ്ട്, കരുതും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ ജയമയുടെ പകരം വയ്ക്കാൻ ഈ സഭയിൽ ആരും തന്നെ ഇല്ല. അത് 100% ഉറപ്പാണ്. എന്ത് കാര്യം ജയമനെ ഏൽപ്പിച്ചാലും അത് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നല്ല ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവളെ കണ്ടു പഠിക്കണം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ജയമ എന്നേക്കായിട്ട് നാട്ടിലേക്ക് പോവില്ല. എൻ്റെ ആഗ്രഹം ജയമ പഠിച്ച് നാട്ടിൽ പോയി പഠിച്ച് തിരിച്ച് ഈ സലാല ദേശത്ത് തന്നെ വന്ന് ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രീതിയിലും അവര് ഈ ചർച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതുവരെ ആരാധനയോ ബാക്കി എന്ത് കാര്യത്തിലായാലും അവർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ദൈവം തീർച്ചയായിട്ടും ജയമേനെ കരുതിയിട്ടുണ്ട്. അതിനുള്ള ശക്തിയും ബലവും ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നും ഈ മാതാനാഥ സഭയുടെ ഞങ്ങളെല്ലാവരുടെയും ഒരു സഹോദരിയായിട്ടും അമ്മയായിട്ടും ചേച്ചിയായിട്ടും എല്ലാം ഞങ്ങൾ കാണുന്നു മേരി ചേച്ചീനെ. എന്നും മേരി ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ദൈവം സമൃദ്ധിയായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കും. നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഒന്നിനൊരു കുറവ് ദൈവം വരുത്തുകയില്ല. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രിയ മേരി ചേച്ചിയുടെയും അതുപോലെ ജയമയുടെയും സാക്ഷി കേട്ടത് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ ജീവിക്കുന്ന സാക്ഷികളായിട്ട് അവർ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാക്ഷ്യമുണ്ട്. ഇന്ന് നമുക്കറിയുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ആത്മീയ കോളത്തിൽ തന്നെ ഒത്തിരി ഉപദേശകരും അല്ലെങ്കിൽ ഉപദേശങ്ങളുണ്ട്, എന്നാൽ സാക്ഷ്യമില്ല. എന്നാൽ ഇതുപോലെ ജീവിക്കുന്ന സാക്ഷ്യമുള്ള ഒരു 2 വ്യക്തികൾ അവരെവിടെ ചെന്നാലും അവർക്ക് ഈ എങ്ങനെ മറ്റുള്ളവരോട് വചനം പറയുന്ന ജീവിതത്തെ നേരിടുമെന്നൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നാം സഭ അവരുടെ കൂടെയുണ്ട്. കൂടാതെ ദൈവം അവരെ നടത്തുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഈ അന്തരീക്ഷം അവരോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ മാറിയത് അനുഭവിച്ചറിയാൻ കഴിയും. അവരാത്മാവിൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ട് ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ എന്താ പറയുക, അവരുടെ കാരണം ഇതുവരെ നമ്മൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതവുമായിട്ട് അവരുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്കറിയാം അവർ ഈ വിശ്വാസത്തിലേക്ക് വന്ന സാഹചര്യം, ആ പലയിടത്തു നിന്ന് അവർ അനുഭവിച്ച പ്രഷർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ഈ കഷ്ടങ്ങൾ എന്ന് തന്നെ പറയാം. ഈ വിമർശനങ്ങളെല്ലാം അതിനെ അവർ ജയിച്ചു. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ കാലത്തുണ്ടായ സഹോദര വേർപാട് ഇത് ഇങ്ങനെയുള്ളൊരു സാക്ഷ്യമുള്ളൊരു കുടുംബം നമ്മുടെ മധ്യേ നമുക്ക് ജീവിക്കുന്ന സാക്ഷികളായിട്ട് ഇന്ന് അവർ നമ്മുടെ മധ്യയുണ്ട്. അവർ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഇത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നമുക്കറിയാം. നേരത്തെ ഇന്ന് ദേവദാസൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗായോസിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ പോലെ അവർ സകലത്തിനും സുഖമായി ഇരിക്കും. അവരുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ തന്നെ അതുപോലെ എല്ലാവിധ ഭൗതിക നന്മകളാലും അവർ അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായിട്ട് അവർ അവരുടെ സാക്ഷ്യങ്ങളെ കുറിച്ച് ഇനിയും കേൾക്കാൻ നമുക്ക് ഇട നൽകും എന്ന്. അതുപോലെ എല്ലാ വിഷയങ്ങളിലും കൂടെ വഴി നടത്തട്ടെ. പ്രത്യേകിച്ച് ജയമയുടെ ഭാവി വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. നമ്മളെല്ലാം ഇപ്പോൾ കേട്ടതുപോലെ മേരി ചേച്ചിയും ജയമയും നാട്ടിലേക്ക് കടന്നു പോകാനായിട്ട് വരും ദിവസങ്ങളിൽ അവർ അതിൻ്റെ തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കേട്ടതുപോലെ വാക്കുകൾ കൊണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ശരിക്കും ദൈവം അഥവാ നമ്മുടെ ഹൃദയങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. ജയമയും മേരി ചേച്ചിയുടെ വന്ന നാൾ മുതൽ അറിയാം. പലപ്പോഴും മേരി ചേച്ചിയുടെ സാക്ഷ്യങ്ങൾ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ശരിക്കും ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. പലപ്പോഴും മേരി ചേച്ചിയുടെ സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് ഓരോ നിമിഷങ്ങളിലും അവർ നടത്തിയിട്ടുള്ള വിധങ്ങൾ നമ്മുടെ ദൈവസഭയുടെ മുമ്പാകെ പലർക്കും സാക്ഷ്യങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ സാവൂർ പറഞ്ഞതുപോലെ ഒരു കടന്നു പോകുന്ന വഴികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. പ്രിയ ജയമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ആയിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ല. ആരും നിരൂപിക്കാത്ത ഒരു ലെവലിലേക്ക് ദൈവം അവളെ ഉയർത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനേക പ്രാവശ്യം നമ്മുടെ പല ദേവദാസന്മാരോട് കേട്ടതാണ്. രാജേഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഹല്ലേലൂയ അനേക ഏത് ജോലിയുടെ അവസ്ഥയാണ് ദൈവം കൊടുക്കുന്നതെങ്കിലും അതിൽ അനേകർ അവളിലൂടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് ഇടയാകും. ഞങ്ങളുടെ സഭയുടെ എല്ലാ പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പോകുന്ന വഴികളിൽ നമ്മുടെ ദൈവം നിങ്ങളെ
ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കുമെന്ന് എനിക്ക് അത് നന്നായിട്ട് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഏറ്റവും ഇണങ്ങിയ ആയുധങ്ങളായിട്ട് രണ്ടുപേരെ ഉപയോഗിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ. പ്രിയ ജോണേട്ടൻ ഇവിടെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സഭയിലേക്ക് കടന്നു വന്നപ്പോഴെല്ലാം നമുക്ക് എപ്പോഴും ഓർക്കുമ്പോൾ ഹല്ലേലൂയ എപ്പോഴും നല്ല ഓർമ്മകൾ മാത്രമേ കുടുംബത്തെ പറ്റി നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഹല്ലേലൂയ. ഈ സഭയുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രികാലം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിൽ പ്രിയ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ഉന്നതനായ ദൈവം ഇത്രത്തോളം ഈ കുടുംബത്തെ തൻ്റെ ഉള്ള കയ്യിൽ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്നരുളി ചെയ്തവനായ തമ്പുരാൻ, പെട്ടെന്ന് നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നരുളി ചെയ്ത തമ്പുരാൻ, ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത തമ്പുരാൻ, വാക്കു മാറാത്തവനായ തമ്പുരാൻ, അവൻ അനന്യനായ ദൈവമാകയാൽ, അവൻ മാറ്റമില്ലാത്തവനായ ദൈവമാകയാൽ, വാഗ്ദത്തം ചെയ്തത് നിറവേറ്റുവാൻ ശക്തനായ ദൈവമാകയാൽ, എൻ്റെ തമ്പുരാൻ ഈ കുടുംബത്തിന്റെ മേലുള്ള സകലവിധ വാഗ്ദത്തങ്ങളും ഈ രാത്രിയിൽ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഈ കുടുംബത്തെ ഇതുവരെ നടത്തിയ ദൈവം തുടർന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ പൊൻകരത്തില് ഈ കുടുംബത്തെ വഹിച്ചു നടത്തുമാറാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു അപ്പനായി, ഒരു പിതാവായി, ഒരു സഹോദരനായി എൻ്റെ ദൈവം ഹല്ലേലൂയ ഈ കുടുംബത്തോട് കൂടെ ഇരിക്കേണ്ടതിന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവേ സ്തോത്രം, അത്യുന്നതനായ തമ്പുരാനെ, ഇവിടെ സകലവിധമായ അവസ്ഥകളിലും സാഹചര്യങ്ങളിലും എൻ്റെ ദൈവം കൂടെ ഇരുന്ന് സ്വർഗത്തിലെ സകല ആത്മീക നന്മകളാലും ഭൂമിയിലെ സകല ദൈവിക നന്മകളാലും ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പോലെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ഇന്ന് തമ്പുരാനോട് ഞങ്ങൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർ സകലവിധ നന്മകളാൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ സ്വർഗത്തിലെ നന്മകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയമായ നന്മകളാൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച നന്മകളിൽ അധികമായി ഈ വരും നാളുകളില് ദൈവത്തിന്റെ മഹത്വം ഈ കുടുംബത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുവാനിടയാകട്ടെ. ഇവരുടെ സകല വഴികൾ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ആലോചന പറഞ്ഞു കൊടുത്ത് തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരം നടത്തണമെന്ന് തമ്പുരാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. സ്വർഗം അനുഗ്രഹിക്കണം. കർത്താവേ സ്തോത്രം, അങ്ങ് ചെയ്തിരിക്കുന്നതായ സ്തോത്രം മഹത്വം തിരുമേലെടുക്കണം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ സഭയുടെ അവരോടുള്ള സ്നേഹം, അവരോടുള്ള കടപ്പാട് സഭയെ തീരുമാനിച്ച് ടോക്കൺ ഓഫ് ലവ് അത് അവർക്ക് കൊടുക്കുവാനായിട്ട് സഭയുടെ ആഗ്രഹിച്ചു. അതിപ്പോൾ പാസ്റ്റർ പ്രിയ സിസ്റ്ററിന് മോക്കും കൊടുക്കും. It's a token of love and affection towards you both. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. Sing the song for Jema Chechi and for all. நீர் சொன்னால் போதும் செய்வேன், நீர் காற்றும் வழியில் நடக்க
Good taste to see, totally was good. Very good. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. MFGC സലാല സ്ക്രിപ്ചർ ക്ലാസിന്റെ 2017 ആനിവേഴ്സറിയുടെ ഭാഗമായി MFGC മീഡിയ ക്രിയേഷൻസ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന നാടകം ഫ്രെഡിയുടെ സ്വപ്നം. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ കർത്താവിനെ സ്വന്തം കൂട്ടുകാരന് കാണിച്ചു കൊടുക്കുവാൻ മറന്നുപോയ ഫ്രെഡി എന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. നാടക സംവിധാനം ബ്രദർ സുജിത് ഭുവനചന്ദ്രൻ. കഥാപാത്രങ്ങൾ പാസ്റ്റർ കുര്യച്ചൻ, ബ്രദർ ജെയിംസ് പത്തനംതിട്ട, അമ്മ ലില്ലിക്കുട്ടി, സിസ്റ്റർ ഷിജി ഇടുക്കി, ഫ്രെഡി ബ്രദർ മഹേഷ് അരവിന്ദ്. ശബ്ദവും വെളിച്ചവും തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നത് ബ്രദർ ജോമോൻ കുമരകം. സ്റ്റേജ് സജ്ജീകരണവും രംഗപടവും ബ്രദർ സാബു, ബ്രദർ ഹരീഷ് ആൻഡ് ബ്രദർ സാജു. കോർഡിനേറ്റർ ബ്രദർ രാജേഷ് കുന്നംകുളം. മേക്കപ്പ് സിസ്റ്റർ ഷീജ സുജിത്. അടുത്ത ഒരു ബെല്ലോടുകൂടി ഞങ്ങളുടെ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. ഫ്രെഡിയുടെ സ്വപ്നം. നീ ഇതുവരെ എണീറ്റില്ലേ കൊച്ചനെ? ഇത് എന്തൊരു ഉറക്കവാ? എടാ ഫ്രെഡിയേ, എടാ ഫ്രെഡി. ആ അമ്മച്ചി, ഒന്ന് പതുക്കെ. ഇനിയിപ്പം നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പം ആരുറങ്ങുന്നു? അതൊക്കെ പോയിട്ട് നാളുകളേറെ ആയില്ലേ? എത്ര ചുറുചുറുപ്പോട് കൂടി ഓടി നടന്നിരുന്ന ചെറുക്കനാ. ഇപ്പൊ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സഭയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. ഇപ്പൊ 1.5 മാസമായി ഇവിടെ ഊണുമില്ല, ഉറക്കവുമില്ല. കർത്താവേ,
ആ അബിയുടെ അമ്മിച്ചിയുടെ അപ്പച്ചന്റെ കാര്യം ഓർക്കുമ്പോഴാ ചങ്ക് പൊടിയണേ. അവരിതെങ്ങനെ സഹിക്കുന്നാണോ എന്റെ കർത്താവേ, അവരിതെങ്ങനെ സഹിക്കുന്നാണാവോ? സഹോദരി, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്ഷമിക്കണം, അല്പം വൈകിപ്പോയി. ഇന്ന് നമ്മുടെ ഫ്രെഡിമോന് ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്ത ദിവസമല്ലേ, അല്പം നേരത്തെ വരണമെന്ന് കരുതി വന്നു വഴിക്ക് നമ്മുടെ ആ അവറാച്ചൻ സഹോദരന്റെ വീട്ടിലൊന്ന് കയറി. ഞാൻ ലേറ്റ് ആയില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ആ പരാതിയും പരിഭവമൊക്കെ കേട്ട് അല്പസമയം അവിടെ ഇരുന്നു പോയി. മോനെ ഫ്രെഡി, നിനക്ക് എന്ത് പറ്റി? ഇന്ന് 31-ാം തീയതി തന്നെ അല്ലേ? അതോ എനിക്ക് തെറ്റ് പറ്റിയതാണോ? മാസ്റ്റർക്ക് ഡേറ്റ് ഒന്നും തെറ്റിയിട്ടില്ല. ഇന്ന് 31 തന്നെയാണ് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം. പിന്നെ നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? സമയമാകെ അങ്ങ് അതിക്രമിച്ചു പോയി. നീ പോയി വേഗം ഡ്രസ് ചെയ്തിട്ട് വാ. എന്താ നിനക്ക് പറ്റിയത്? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ പാസ്റ്റർ? എന്തിനും ഏതിനും എന്റെ കൂടെ എനിക്ക് തുണയായി ഉണ്ടായിരുന്ന എന്റെ അഭി എന്നെ വിട്ടു പോയില്ല. അല്ലായിരുന്നുവെങ്കിൽ ഈ ജോലിക്ക് ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യേണ്ടവരാ. ഒരേ ആശുപത്രി, ഒരുമിച്ച് ജനിച്ചു, ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വളർന്നു. ഒരേ കമ്പനിയിൽ ഇപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. എന്തിനാ പാസ്റ്റർ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആക്സിഡന്റ് അവനെ മാത്രം ദൈവം അടർത്തി മാറ്റിയത്? മോനെ, നീ വിഷമിക്കായി. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യരുടെ ഹൃദയത്തിൽ അനേകം വിചാരങ്ങളുണ്ട്, എങ്കിലും യഹോവയുടെ ആലോചന നിവൃത്തിയാകും. നീ പറഞ്ഞില്ലേ, ഒരുമിച്ച് ജനിച്ചു, ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജോലി ചെയ്തു എന്നൊക്കെ. പക്ഷെ നിനക്ക് ശ്രദ്ധിക്കാമായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവന് നീ ദൈവത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ ഉള്ള പല സന്ദർഭങ്ങളും നീ പ്രതാപാക്കിയില്ലേ. പക്ഷെ നിത്യതയുടെ ചില കാര്യങ്ങളെ പറ്റി, പ്രത്യാശയുടെ വചനം അഭിയെ പറ്റി എനിക്ക് നിന്നോട് പറയുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. പക്ഷെ നീ നിന്റെ സമയം തക്കത്ത് വിനിയോഗിച്ചിരുന്നെങ്കിൽ നിനക്ക് പറയാൻ പറ്റുമായിരുന്നു, ഒരുമിച്ച് ഞങ്ങൾ സ്നാനപ്പെട്ടു, ഒരുമിച്ച് ഞങ്ങൾ വിശ്വസിച്ചു, ഒരുമിച്ച് ഞങ്ങൾ ആരാധിച്ചു എന്നൊക്കെ. പക്ഷെ അവന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും എനിക്ക് പ്രത്യാശ ഒരു വചനവും എനിക്ക് നിന്നോട് പറയാൻ പറ്റുന്നില്ല മകനെ. ഫ്രെഡി, ഫ്രെഡി, സമാധാനമായിട്ട് ഫ്രെഡി, സമാധാനമായിട്ട് ഫ്രെഡി, ഫ്രെഡി, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പല പ്രാവശ്യം ഞാൻ അവറാച്ചൻ സഹോദരനോടും സഹോദരിയോടും പറഞ്ഞിട്ടുള്ളതായിരുന്നു ദൈവവചനത്തെ പറ്റിയും ബൈബിളിനെ പറ്റിയും ദൈവത്തിന് നമ്മോടുള്ള പദ്ധതിയെ പറ്റിയുമല്ല. അപ്പോഴൊക്കെ പള്ളിയും പട്ടക്കാരുമായിരുന്നു അവരുടെ തലയിലല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രെഡി, നിനക്കെങ്കിലും അവരെ ആ എരിയുന്ന തൂച്ചോളയിൽ നിന്റെ സഹോദരനെ തിരിച്ചെടുക്കാമായിരുന്നില്ലേ? ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പറഞ്ഞു തന്നെയാ എന്റെ ദുഃഖം. ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം എന്റെ ഒറ്റ സുഹൃത്തിനെ എരിയുന്ന തീച്ചുളയിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുക. എന്റെ മേലുള്ള ആ വലിയ പാപം അതൊന്നു മാത്രമാ കഴിഞ്ഞു പോയ രാത്രികളിൽ സ്വപ്നങ്ങളായി യാഥാർത്ഥ്യങ്ങളായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. മോനെ, നീ ഇപ്പൊ എന്തോ ഒരു സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അതെന്തായാലും പാസ്റ്ററോട് പറ. എന്താ നീ കണ്ട സ്വപ്നം? പറയാം പാസ്റ്റർ, ഞാനത് പറയാം. ഞാൻ മരിച്ചടാ. ഞാൻ വിചാരിച്ചിരുന്നതിലും എത്രയോ വ്യത്യസ്തമാണിടാ ഇത്. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളോട് കൂടിയ ഒരു ലോകത്താണ് ഞാൻ വന്നുപെട്ടിരിക്കുന്നത്. ഫ്രെഡി, അവിടെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യക്തമായി ഇവിടെ
ഓരോ കാര്യങ്ങളെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അതെ അതെ, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നു. ഫ്രെഡി, നിന്നെ പറ്റി ഓർക്കാൻ കഴിയുന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു. ഫ്രെഡി, നമ്മൾ അപകടത്തിൽപ്പെട്ട് നിമിഷങ്ങൾക്കകം ആത്മാവ് എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായി എനിക്ക് മനസ്സിലായി. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഞാൻ കരുതി നീ എന്നെ ഓർത്ത് നിലവിളിക്കുകയാണ്. അതെന്റെ തോന്നലായിരുന്നുവെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവിടെ എത്തി. ഒരു വലിയ നിര ആളുകളുടെ പിന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവരുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നാണ്. എനിക്ക് മുമ്പിലുണ്ടായിരുന്നവരെ ഓരോരുത്തരായി അവരുടെ പേരുകൾ വിളിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതാ എന്റെ ഊഴം ആയിരിക്കുന്നു ഫ്രെഡി. ഒരു ദൂതൻ തന്റെ മുമ്പിലുള്ള വലിയ പുസ്തകത്തിൽ ഓരോരുത്തരുടെയും പേരുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ജീവന്റെ പുസ്തകം എന്നാണത്രേ അതിന്റെ പേര്. ഞാനും എന്റെ പേര് പറഞ്ഞു. എന്റെ പേരും അതിലുണ്ടാകുമെന്നാണ് ഫ്രെഡി ഞാൻ കരുതിയത്. ഒരു വലിയ ഭീകരനായ മനുഷ്യൻ എന്റെ പിറകിൽ കാത്തു നിൽക്കുന്നുണ്ട്. അയാൾ എന്നെ പിടിച്ചു വലിക്കുന്നു. വലിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുവാൻ ശ്രമിക്കുകയാണ് ഫ്രെഡി. എനിക്കറിയില്ല ഫ്രെഡി, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എവിടേക്കാണ് നിങ്ങൾ ഇത്ര ക്രൂരമായി എന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്? ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടുന്നില്ല. അവസാനം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരെ മാത്രമാണ് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടതെന്നും പേരില്ലാത്തവർ നരകത്തിലേക്കാണ് പോകേണ്ടതെന്നും അയാൾ പറഞ്ഞു. ഫ്രെഡി, ഇയാൾ നരകത്തിന്റെ ആളാണ്. ഫ്രെഡി. ഇയാളുടെ കണ്ണുകളിൽ വന്യമായ ഒരു സന്തോഷം എനിക്ക് കാണാം. ഒരു വല്ലാത്ത ചിരിയോടെ അയാൾ പറഞ്ഞു, നിത്യനരകത്തിലേക്ക് നിനക്ക് സ്വാഗതം. എന്നെ മാത്രമല്ല, പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും നരകത്തിലേക്ക് തള്ളുകയാണ് ഫ്രെഡി. എനിക്ക് പേടിയാകുന്നു. ഫ്രെഡി, ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്കറിയാം. നിന്നെക്കുറിച്ച് മാത്രം. എടാ, നീ ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപകടത്തിന് മുമ്പ് നിന്നോടൊത്തുണ്ടായിരുന്ന നിമിഷങ്ങളിൽ പലവട്ടം നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ പറ്റി സംസാരിച്ചില്ലേ ഫ്രെഡി? നീ എന്തിനാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്? ഒരിക്കൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അജിത് യേശുവിനെ പറ്റി നിന്നോട് ചോദിച്ചില്ലേ ഫ്രെഡി? പിന്നീട് ഒരിക്കൽ വിവേക് സ്നാനത്തെ പറ്റി ചോദിച്ചില്ലേ?
അപ്പോഴെല്ലാം നീ ചിരിച്ചുകൊണ്ട് വേറെ വിഷയങ്ങൾ എടുത്തിട്ടു. ഫ്രെഡി, നീ പറയുമായിരുന്നല്ലോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. എന്നിട്ട് നീ എന്തിന് യേശുവിനെ പറ്റി എന്നോട് മറച്ചു വെച്ചു? നീ അഭിനയിക്കുമായിരുന്നു അല്ലേ ഫ്രെഡി? യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വർഗത്തെ പറ്റി, നിത്യ നരകത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഭയാനകമായ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാമായിരുന്നില്ലേ? ഞാൻ ഭയന്ന് വിറയ്ക്കുകയാണിപ്പോൾ. ആ താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് ഉച്ചത്തിൽ കരച്ചിൽ കേൾക്കുന്നു ഫ്രെഡി. പച്ച മാംസം കത്തുന്ന ഗന്ധം. എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നവർ എന്റെ പിറകിലുണ്ട് ഫ്രെഡി. അവരുടെ കൂട്ടിന്റെ ശബ്ദം എന്റെ കാതുകളിൽ വന്നലയ്ക്കുന്നു ഫ്രെഡി. അവരെന്നെ നിത്യ നരകത്തിലിടും. പേടികൊണ്ട് വിറക്കുകയാണടാ. അതെ അവർ വന്നു കഴിഞ്ഞു. എനിക്ക് വയ്യ. അയ്യോ, നോ. അവരുടെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിലാക്കുകയാണ് എന്നെ. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടാ ഫ്രെഡി. അവരെന്നെ തീയുടെ മുകളിലേക്ക് എടുത്തിടാൻ ശ്രമിക്കുന്നു. അയ്യോ ഭയാനകം. അയ്യോ പുഴു. തീ. നീ എന്നോട് ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ പറ്റി. സുഹൃത്തിനെ നരകത്തിന്റെ തീച്ചൂളയിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത മഹാഭാവിയാണ്. പിന്മാറ്റക്കാരൻ, സ്വാർത്ഥൻ, ദുഷ്ടൻ, പേരിൽ മാത്രം ക്രിസ്ത്യാനിയായവൻ, നിത്യസ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ കിട്ടിയ അവസരത്തെ പുറം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവൻ, ഒരിറ്റ് സമാധാനത്തിനായി കേളവനെ നരകത്തിലേക്ക് എറിഞ്ഞ മഹാപാപി. ആ പാപത്തിന്റെ ശിക്ഷ എന്തു തന്നെയായാലും അത് ഞാൻ അർഹിക്കുന്നു. ഒരിക്കലെങ്കിലും അവനോട് യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുവാൻ കഴിഞ്ഞില്ല. അതിന്റെ ശിക്ഷ ഞാൻ അർഹിക്കുന്നു. ലജ്ജ എന്നെ മുടിയിലും. എനിക്കിഷ്ടമുള്ള പലതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുമെന്ന് ഞാൻ കരുതി. എങ്കിലും ഇന്നിതാ എന്റെ അകക്കണ്ണിന്റെ തിമിരം വീണുടഞ്ഞിരിക്കുന്നു. ഒരഭിക്ക് പകരം 1000 അഭികളെ നേടുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്റെ അരുമനാഥന്റെ സ്നേഹ സന്തോഷത്തിന്റെ കൊടി ഉയർത്തുവാൻ ഞാനിതാ നിങ്ങളെയും ക്ഷണിക്കുന്നു. ആരുണ്ട് എന്റെ കൂടെ? ഞങ്ങളുണ്ട്. Second place, Rebecca Daniel John. Second place, Rebecca. Third place, Maya. Our class the consolation prize. Next class, beginners. First place, Jonathan. Second place, Randy Bayarkonde. In the photographer, second place, Ishani. And Bayarkonde. Nidika. Nidika got third place, Randy Bayarkonde, Leona, and Dia. Wow.
Jipin. And 10th place Anamik everything the high school and all on our class consolation praise and consolation praise goes to consolation praise. Intermediate class ആയിരുന്നു ആ ക്ലാസ് 2 ഫസ്റ്റ് ഉണ്ട് ഒന്ന് സൂസൻ ജോർജ് അടുത്ത ഫസ്റ്റ് പ്രൈസ് ഉള്ളത് മലാക്കായ ഡാനിയൽ ജോൺ സെക്കൻഡ് പ്രൈസ് ഇസ വർഗീസ് തേർഡ് പ്രൈസ് നിയോണ രാജേഷ് ഈ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്ക് പറയാം അവരുടെ പഠിത്തവും ഇടയ്ക്കൊക്കെ വന്നുകൊണ്ട് അവർക്ക് ആർക്കും പരീക്ഷ എഴുതാൻ പറ്റില്ല പക്ഷേ they completed the course so we just wanted to honor them as well. സീനിയർ ക്ലാസ്സിലെ ജയമ ശ്രീകുട്ടി അടുത്തത് കഴിഞ്ഞ വർഷം 2016-17 സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ that means 2015 and 16 നമ്മൾ വർഷം കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അതുകൊണ്ട് അതൊരു മനസ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായതുകൊണ്ട് ഈ വർഷം ആ സർട്ടിഫിക്കറ്റും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് 2015 ജിബിൻ ജോമൻ ജോസഫ് വിനു അനാമിക ഹരീഷ് she is right here Malaka Daniel John Kripa Malaka Reggie Jonathan Thomas Jens Deborah Daniel John Ishani Mahesh Sujit Jia Uman Koshi Leona Rajesh Yes, Leona Rajesh Susan George Neona Rajesh Isa Varghese Jema Thomas Josh sorry my parents name again Srikuti where is Srikuti മക്കളെ നിങ്ങൾ അവിടെ അടങ്ങിയിരുന്ന ജോൺ മാസം സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ എന്നെ ഇടിക്കും അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച അധ്യാപകർക്ക് ഒന്ന് അവരെ ഒന്ന് ഓർമ്മ ചെയ്യാന്ന് ദയവായി അധ്യാപകർ മുന്നോട്ട് കിടന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമേ ജൂബി തോമസ് ജോസ് അൽഫോൻസോ ഡാനിയൽ Thomas കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ പ്രിൻസിപ്പൽ ആയിരുന്നു ഒരു പ്രത്യേക സമ്മാനം നിങ്ങൾക്ക് ആർക്കും പറയാൻ ആർക്കാ പ്രത്യേക സമ്മാനം ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാം നമ്മുടെ സഭയിലെ ഏറ്റവും ടാലന്റഡ് ആയ
വിളിക്കാറുണ്ട്. ഇവിടെ അതിഥികളായിട്ട് വന്നിട്ടുള്ള ആൺകുഞ്ഞുങ്ങൾ മഹേഷ് ബ്രദറിന്റെ കുഞ്ഞു കൊച്ചിന് ഉമ്മൻകോശി ബ്രദറിന്റെ മോക്ക് ജുവേൽ കൈ കൊടുത്തു സമ്മാനം കിട്ടിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും കിട്ടിയല്ലോ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ കണ്ട ഫ്രെഡിയുടെ സ്വപ്നം പോലെ നമ്മൾ ആ സ്വപ്നം കാണാൻ ഇടയാകരുത്. മറിച്ച് ഇന്ന് കർത്താവ് നിങ്ങളെ വിളിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവ് മധ്യാകാശ പ്രത്യക്ഷതയാണെങ്കിൽ കോൺഫിഡൻറ്റോടെ നിത്യതയിലേക്ക് പോകുവാൻ എന്നാലപ്പോൾ തിരിച്ചു വിശ്വാസം കാത്തു പറയണം. അത്തരത്തിലുള്ള സാക്ഷ്യങ്ങളായി തീരുവാൻ ഈ ഗാനം നിങ്ങളെ സഹായിക്കുന്നതാണ്. Yes,
ദൈവനാമത്തിന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതിഥികളായ നമ്മുടെ സഭയിൽ ഇവിടെ മധ്യമുള്ളവരോട് നന്ദി അറിയിക്കുന്ന പ്രകാരം നമ്മുടെ 2016-17 വാർഷികം വളരെ ഭംഗിയായി നടത്തുവാൻ കർത്താവ് സഹായിച്ചു. സകല മാനമോഹത്വവും ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതിന് മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കാൻ കർത്താവ് ശ്രേഷ്ഠദാസൻ നമ്മുടെ മധ്യായ നല്ല ആലോചന ദേവദാസനോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അധ്യാപകരോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിച്ച എല്ലാ സഹോദരനും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, സമയമില്ല. ഇതിനെപ്പോലെ അധ്വാനിച്ച എല്ലാ സഹോദരങ്ങളോടും എനിക്കുള്ള ഈ സൺഡേ സ്കൂളിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും വന്ദനവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തുകണം. നാളത്തെ ശക്തന്മാരായ ദൈവത്തിന്റെ സേനകൾ അവരാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നുന്ന മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുത്ത് ശക്തന്മാരായ ശക്തമതികളായ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുവാൻ അവരുടെ മുമ്പാകെ മാതൃകയുള്ളവരായി ജീവിച്ച് അവരെ പത്യോപദേശത്തിൽ ക്രിസ്തുവിന്റെ തലയോളം വളർത്തുവാനുള്ള ഉത്തരവാദിത്വത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന എല്ലാ ദൈവജനത്തിനും ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ നന്ദിയും വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർമ്മിക്കുന്നു. എന്താ പ്രാർത്ഥനയ്ക്കായി തന്റെ സെഷൻ ഓക്കെ. മോക്ക് പ്രൈസ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സോറി, ക്ഷമിക്കണം മോളെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇത്രത്തോളം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ സ്ക്രിപ്ചർ ക്ലാസ്സിന് ആനിവേഴ്സറി ദൈവം സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തുടർന്നും നമ്മളെല്ലാവരെയും നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയറ്റുകയാണ്. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചു. എല്ലാം അനുഗ്രഹത്തിനുമായിട്ട് നന്ദി. കർത്താവ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം ക്രമീകരിക്കുവാൻ എൻ്റെ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. എത്രയും നന്നായി ചെയ്യുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകളും താലന്തുകളും ദൈവനാമ മഹത്വത്തിനായിട്ട് ഇന്ന് ഇവിടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കാണിച്ച് വലിയ കൃപയോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണം, നടത്തണം, പരിപാലിക്കണം. കർത്താവേ, അങ്ങയുടെ ഓരോ മക്കളെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. സകലത്തിലും സകല ആത്മീയ ഭൗതിക നന്മകളാലും അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപയിൽ സൂക്ഷിക്കണം. മടക്കയാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം തിരുമേനിയെടുക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവരെ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിനെ വിശുദ്ധ കരങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. കർത്താവായ യേശുവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മാറാനാഥ.